ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇതുവരെ ഓണത്തിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അടുത്ത ആഴ്ചയല്ലേ ഓണം, അപ്പോൾ ഇന്ന് പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാ തവണയും ഞാൻ ഓണത്തിന് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാവാട ഉടുപ്പും, പട്ടുപാവാട, ലാച്ച, ധാവണി. കഴിഞ്ഞ വർഷം ഞാൻ ധാവണിയായിരുന്നു എടുത്തത്. അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ എടുക്കുന്നത്. ഓണത്തിന് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സാണ് ഇടാൻ താല്പര്യം. എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഒരുങ്ങി നല്ല ഇതൊക്കെ ആയിട്ട് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് ഓണം. അപ്പം ഞാൻ ഓണത്തിന് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ അന്ന് നല്ല അതൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കും. പിന്നെ ആ ഡ്രസ്സ് തൊടത്തില്ല. പിന്നെ അത് എവിടെയെങ്കിലും എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഇത്തവണ ഞാൻ ഭയങ്കര വൈസായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത്തവണ ഞാൻ അങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും എടുക്കാതെ എനിക്ക് ഡെയിലി വെയറിന് പറ്റുന്ന കുർത്ത പോലത്തെ വല്ലതും നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ കോളേജിൽ ദിവസവും കളർ ഡ്രസ്സാണ്. പഴയ കോളേജിൽ കളർ ഡ്രസ്സ് ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തായാലും ഇടായിരുന്നു. ഇപ്പോൾ കോളേജിൽ അങ്ങനെയല്ല. ക്രോപ്പ് ടോപ്സ് ഇടാൻ പറ്റത്തില്ല, ജീൻസ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുർത്തയാണ് അലൗഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് കുർത്ത നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഓണത്തിന് ഞാൻ എൻ്റെ കയ്യിൽ പഴയ ഒരുപാടുള്ളതുണ്ട്, ഇരിപ്പുണ്ടല്ലോ, ഞാൻ എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതായിരിക്കും ഇടുന്നത്. ഓണത്തിന് എന്തായാലും എനിക്ക് ഹെവി ഇട്ടേ പറ്റും. പക്ഷേ ഇത്തവണ എനിക്ക് ഓണം പ്രോഗ്രാംസും ഇല്ല കോളേജിൽ. എനിക്ക് പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർഷം ഓണപരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല വേറെ അല്ലാതെ ഹെവി ആയിട്ടുള്ള. അടുത്ത വർഷം മുതൽ ഓണപരിപാടി കാണും. അപ്പോൾ പിന്നെ ഈ തീരുമാനത്തിൽ നിന്നൊക്കെ മാറി പിന്നെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വർഷം ഞാൻ കുർത്തയാണ് നോക്കുന്നത് എന്നാണ് എൻ്റെ പ്ലാൻ. ഇവിടുന്ന് എനിക്കിഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. എനിക്ക് മാത്രമൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇതുവരെ ബാക്കി എല്ലാവരും എടുത്തു, ഞാൻ മാത്രം എടുത്തില്ല. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ. അപ്പം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ 2 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ കടയിൽ നിന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ല. ഒരു പാൻറ്റും കണ്ടെടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവിടെ നല്ല ധാവണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കുർത്തയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 5 കുർത്ത എടുത്തെന്ന് തോന്നുന്നു. യെസ്, കുർത്തയാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം കടയിൽ പോയിട്ടുള്ള കൂടുതൽ ക്ലിപ്സ് ഒന്നും കാണിച്ചില്ലല്ലോ. അപ്പം ഞാൻ കോളേജിൽ ഇടാൻ പറ്റുന്ന കണക്കത്തെ കുറച്ച് കുർത്തകളാണ് എടുത്തിട്ടുള്ളത്.